ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലിസീസ് ഹോം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വേലിച്ചീര തോരനാണ്. ചില സ്ഥലങ്ങളിൽ ഇതിന് മൈസൂർ ചീരയെന്നും മധുര ചീരയെന്നും ഒക്കെ പേരുണ്ട്. നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ പെട്ടെന്ന് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു ചെടിയാണ്. അതിൻ്റെ ഒരു കമ്പ് വെച്ചാൽ മാത്രം മതി, പെട്ടെന്ന് വളർന്നു കിട്ടും. അപ്പോൾ നമുക്ക് താമസിക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ. വേലിച്ചീര കാണാത്തവർ, ഇതാണ് വേലിച്ചീര. നമ്മൾ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇളം തണ്ടുകൾ കൂടി നമ്മൾ തോരത്തിന് എടുക്കാറുണ്ട്. അപ്പോൾ ഇളം തണ്ടുകളൊന്നും ഒരുപാടില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇല മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് ഇല മാത്രമായിട്ട് ഒന്ന് ഇറുത്തെടുക്കാം. തണ്ടൊക്കെ കളഞ്ഞ് നമ്മൾ ഇല മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ചീര തോരനൊക്കെ വെക്കുന്നത് പോലെ ചെറുതായിട്ട് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് കുക്ക് ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. സാധാരണ ചീര വെക്കുന്നതിൽ നിന്ന് കുറച്ച് നേരം കൂടുതൽ നമ്മൾ കുക്ക് ചെയ്യണം. നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തില്ലെങ്കിൽ ഈ ഇലയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞത് മാറ്റി വയ്ക്കാം. തോരത്തിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി പച്ചമുളക്, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂണ്, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 3 2 വെളുത്തുള്ളിയുടെ അല്ലി, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് തോരത്തിൻ്റെ പരുവത്തിന് ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സിയല്ല യൂസ് ചെയ്യുന്നത്, ഇടികല്ലിൽ വെച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും മതി, കാരണം ഒരുപാട് അരയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മിക്സിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അരഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇടികല്ല് യൂസ് ചെയ്യുന്നത്. ഇടികല്ലോ അല്ലാത്ത കല്ലിലോ വെച്ച് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മൊത്തത്തിന് നമുക്കൊന്ന് തോരത്തിൻ്റെ പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതേ മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു മുട്ടയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. മുട്ട കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. ഇതിലല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മളിന്ന് മൺചട്ടിയിലാണ് തോരൻ വയ്ക്കുന്നത്. അപ്പോൾ മൺചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് കൂടി ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി നമുക്ക് ടേസ്റ്റ് തരുന്നത്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും വറ്റൽമുളക് 2 ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ആ വെള്ളത്തിൽ കിടന്ന് തന്നെ നമ്മുടെ ചീര നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് ഉപ്പുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പുകൂടി ചേർക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇനി ഇതൊന്ന് വാടിക്കിട്ടും. അപ്പോൾ ഇപ്പം തന്നെ ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്താണ് ഇതിൽ നിന്ന് വെള്ളം നമുക്ക് പെട്ടെന്നൊന്ന് ഇറങ്ങി വരുന്നത്. ആ വെള്ളത്തിൽ കിടന്ന് തന്നെ നല്ല രീതിയിലൊന്ന് ഇത് കുക്കായിട്ട് വരണം. ഇതിപ്പോൾ നന്നായിട്ട് വാടി വന്നത് നമ്മളിപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. അടിക്ക് പിടിക്കുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കഴിയുന്ന സമയത്ത് തന്നെ ഇത് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടണം. അപ്പോൾ കുറച്ചുകൂടി വെള്ളം മാറാനുണ്ട്. കുറച്ച് സമയം കൂടി നമ്മൾ അടച്ച് വെക്കുന്നുണ്ട്. ചീരയുടെ ഇളം തണ്ടും ഇളം ഇലയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇച്ചിരി മൂത്ത ഇലയൊക്കെ ആണെങ്കിൽ വെള്ളം വരുന്നത് വളരെ കുറവായിരിക്കും. ഇച്ചിരി പെട്ടെന്ന് ഡ്രൈ ആയി പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇല കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മുട്ട കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. ആദ്യം തന്നെ നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇലയിലൊക്കെ ആ മുട്ടയുടെ ടേസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ മുട്ട ഒന്ന് ചിക്കിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന ടേസ്റ്റ് നമുക്കത് കിട്ടത്തില്ല. അപ്പം ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇലയിലൊക്കെ ആ മുട്ടയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങിക്കിട്ടും.
ഇനി ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് എങ്കിലും നമ്മുടെ ചീരയിൽ കിടന്ന് ആ തേങ്ങ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. ആ പച്ചപ്പ് ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടി നമുക്ക് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ദേ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വേലി ചീര തോരൻ ഇപ്പോൾ തയ്യാറായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. കൂട്ടുകാരിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.